കൊല്ലം ആദിച്ചനല്ലൂർ സ്വദേശി ലൂക്കോസിനും ജന്മനാട് വൈകാരികമായി വിട ചൊല്ലുകയാണ്. ക്രിസ്തുസിന്റെ വസതിയിൽ നിന്നും കണ്ണൻ നായർ ചേരുന്നു. കണ്ണൻ നായർ അതിവൈകാരികമായ സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ വീടും ഉറ്റവരുമെന്ന് മനസ്സിലാവുന്നു. സമൂഹത്തിനുമൊക്കെ അദ്ദേഹം വളരെ മാതൃകാപരമായ ജീവിതമാണ് നയിച്ചത്. അതിവൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് വെളച്ചിക്കാലയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഓരോ ആൾക്കാരും കാണുന്നത്. കാര്യം അദ്ദേഹത്തിന്റെ മകൾ ലിഡിയ എന്ന് പറയുന്ന 18-കാരിയുടെ നിലവിളിയാണ് നമ്മൾ കേൾക്കുന്നത്. തന്റെ അച്ചാച്ചനല്ല ഇത് എന്ന് കുഞ്ഞ് പറയുമ്പോൾ ആ അച്ഛന്റെ മുഖമൊന്ന് കാണാൻ പോലും സാധിക്കാത്തൊരവസ്ഥയാണ്. അതുപോലെ ബുദ്ധിമുട്ടില്ല, അതുപോലെയാണ് ശരീരഭാഗങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത്രയും വൈകാരികമായ അത്രയും നെഞ്ചുപൊട്ടുമാറ് നിലവിളിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാകുന്നത്. അതിവൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് ഈ വീട്ടിൽ ഉണ്ടാകുന്നത്. പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും എനിക്ക് കാണാൻ സാധിക്കുന്നത് ആ അമ്മയും ബന്ധുക്കളും ഒപ്പം തന്നെ ഈ ലൂക്കോസിന്റെ മാതാപിതാക്കളും ഒക്കെ തന്നെ അലമുറയിട്ട് നിലവിളിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരിക്കൽ ലിഡിയയ്ക്ക് 1 വയസ്സുള്ള സമയത്താണ് അദ്ദേഹം വിദേശത്തേക്ക് ജോലിക്കായി പോകുന്നത്. 2004 വിദേശത്തേക്ക് ജോലിക്കായി പോകുന്നത്. ആ സമയത്ത് മുതൽ ലിഡിയ എന്ന് പറയുന്ന 18-കാരി കണ്ടിട്ടുള്ളത് എല്ലാ സമയത്തും എല്ലാ വർഷവും അവൾക്ക് വേണ്ട സമ്മാനങ്ങളും അവളുടെ സഹോദരൻ അനിയന് വേണ്ട സമ്മാനങ്ങളും ഒക്കെയായി ടൈപ്പുകളുമായി വരുന്ന അച്ഛനെയായിരുന്നു, പിതാവിനെയായിരുന്നു. ഈ സമയത്ത് ഇപ്പോൾ അടുത്ത മാസം ലീവിന് വരുമ്പോൾ മകൾക്ക് സമ്മാനിക്കാനായി ഒരു പുതിയ മൊബൈലൊക്കെ വാങ്ങി കരുതി കൈവശം വെച്ചിരിക്കുകയായിരുന്നു ലൂക്കോസ്. പക്ഷെ അതൊന്നും ആ കൈകൊണ്ട് മകൾക്ക് നൽകാൻ സാധിക്കുന്നില്ല. അവളുടെ വിജയം, അവൾ +2 പരീക്ഷ പാസ്സായി ആ സമയത്ത് തിരിച്ച് മോളെ നേരിട്ട് കാണുമ്പോൾ അതിന്റെ ഒരു സമ്മാനം, ഒരു സ്നേഹ ചുംബനം നൽകാൻ പോലും ആ മനുഷ്യനില്ല. അതൊക്കെയാണ് ഉള്ള ആൾക്കാരുടെ വിഷമങ്ങൾ എന്ന് പറയുന്നത്. വലിയ വിഷമകരമായിട്ടൊരു സമയത്ത് സാധാരണ എല്ലാ വർഷവും വെക്കേഷൻ സമയത്താണ് ഇവിടെ അവധിക്കായി വരാറുള്ളത്. എന്നാൽ ഇക്കുറി ആ രീതി ഒന്ന് മാറ്റിവെക്കുകയായിരുന്നു. കാര്യം മകൾക്ക് ഒരു ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുക, അതിനുവേണ്ടിയുള്ള അഡ്മിഷന് വേണ്ടി പോവുക. അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത മാസം ആദ്യം ഇവിടേക്ക് അവധിക്ക് വരാമെന്നുള്ള തീരുമാനമായിരുന്നു. പക്ഷേ ആ തീരുമാനം നടപ്പാക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തെ മരണം പുറത്തിരിക്കുന്നു എന്ന് തന്നെയായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പെന്തക്കോസ്ത് സഭയുടെ സമീപത്തെ സെമിത്തേരിയിൽ സംസ്കരിക്കും. 12-ഓടുകൂടി സംസ്കാരം നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ കൂടുതൽ സമയം മൃതദേഹം പുറത്ത് എടുത്തു വെക്കരുത് എന്നുള്ള നിർദ്ദേശം ആശുപത്രി അധികൃതർ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ശരി, കണ്ണൻ നായർ, അതിവൈകാരികമായ ഒരു സന്ദർഭമാണ് ഇപ്പോൾ ആ വീട്ടിലുള്ളത്. മക്കളും ഭാര്യയും മറ്റ് ബന്ധുമിത്രാദികളും ഉറ്റവരൊക്കെ തന്നെ അതീവ ദുഃഖത്തിൽ അലമുറയിട്ട് കരയുന്ന കാഴ്ചയ്ക്ക് നടുവിലാണ് കണ്ണൻ നായർ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും.